മരിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് പറഞ്ഞു ക്രിസ്ത്യാനികൾ ഈസ അലൈഹി ഇസ്ലാമിനെ അമിതമായി ആദരിച്ചതുപോലെ എന്നെ നിങ്ങൾ അമിതമായി ആദരിക്കരുതേ എന്റെ ഉമ്മത്തുകളെ. മരിക്കുന്നതിന് മുമ്പ് പറയാം, അപകടത്തിൽ നിന്ന് ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുന്ന മാർഗങ്ങളൊക്കെ കൈകൊള്ളുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നാലെ നടന്നുകൊണ്ട് റസൂലിനെ സഹായിച്ചതായ അൻസാറുകളെ കുറിച്ച് അൻസാറുകളെ അല്ലാഹുമ്മ റഹ്മൽ അൻസാർ വറഹം അബ്നാ അൽ അൻസാർ വഅബ്നാ അബ്നാ അൽ അൻസാർ, അൻസാറുകൾക്ക് നീ അനുഗ്രഹിക്കണേ രക്ഷിതാവേ, അവരുടെ സന്തതികൾക്കും അവരുടെ മക്കൾക്കും നീ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. മരിക്കാൻ പോകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് റസൂൽ പറയുന്ന പദങ്ങളിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെല്ലാം മരിച്ചവരുടെ ഖബറുകളെ കെട്ടിപ്പൊക്കുന്നുവോ, സാലിഹീങ്ങളുടെ ഖബറുകളെ കെട്ടിപ്പൊക്കുന്നുവോ, എന്നിട്ട് അവരെ ആരാധനാലയമാക്കി മാറ്റുന്നു, അല്ലാഹു രക്ഷിക്കട്ടെ, അല്ലാഹു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ശാപം അവരിൽ വളരെ വളരെ കൂടുതലാണ്. മരണപ്പെടുന്നതിന് അല്പം മുമ്പ് പറഞ്ഞു മരിക്കാൻ റസൂൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതായ ദിവസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം റബീഉൽ മാസം ദുൽഹജ്ജ് ദിവസത്തിൽ റസൂലുള്ളാഹി ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നതായ സ്ഥലത്ത് ആയിഷയുടെ വീട്ടിൽ ആയിഷയുടെ അറയിലുള്ള കട്ടിലിൽ കിടക്കുന്ന വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ലോക മാസം വെടിയുന്നത്. ഇരുളടയുന്നു മദീന ഇരുളടയുന്നു മദീന. സഹബാക്കൾക്ക് ചിലര് തിരിച്ചു പോവുകയാണ്. നിന്നാൾ നിന്നത്, ഇരുന്നിടത്ത് സ്തംഭന. മാനസിക രോഗികളെ പോലെ റസൂൽ മരിച്ചു ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരുടെ മയ്യത്ത് പരിപാലനം നടത്താൻ വേണ്ടി വരേക്കും മുന്നോട്ട് ആളില്ലാതെയായി മാറി. ആരെങ്കിലും റസൂൽ മരിച്ചെന്നെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വാളുകയാല് ഉമർ ഇബ്നുൽ ഖത്താബ്. ആത്മീയ ബന്ധമാണത്. റസൂലിനെ ഇരിക്കുന്നത് കേൾക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഉടമ്പറപ്പായി ജീവിച്ചതായ വ്യക്തിത്വമാണ്. അതെ, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മരിച്ചു എന്ന കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹിക്മത്തായിരുന്നു സാധാരണ കൂടപ്പുറപ്പായിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ഇരിക്കുന്ന അബൂബക്കർ നബി മരിക്കുന്ന നിമിഷത്തിൽ സമയത്ത് അന്ന് രാവിലെ അവിടെ ഇല്ല. അവരുടെ അന്നത്തെ രാത്രി കഴിഞ്ഞ രാവിലെ അവരുടെ മറ്റു ഭാര്യയുടെ കൂടിയായിരുന്നു സുനഹ് എന്ന് പറയുന്ന സ്ഥലത്ത്. സുനഹ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഭാര്യ വീട്ടിൽ നിന്നിട്ട് റസൂലുള്ളാഹി മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഇവിടെ എത്തിയപ്പോഴാണ് മദീനയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അമർ വാൾ പിടിച്ച് പറയുകയാണ്, മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന്. റസൂലുള്ളാഹിയാണെങ്കിൽ അവിടെ മരണപ്പെട്ട വാർത്ത എത്തിയിട്ടുണ്ടാകും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് പരിശ്രമിച്ചു, അമറിനെ സമാധാനിപ്പിക്കാൻ കൂട്ടാക്കിയില്ല, ഇരുന്നില്ല. വാള് വരെ അവിടെ പിടിച്ച പിടുത്തത്തിൽ തന്നെ മഹാനായ അബൂബക്കർ കടന്നു ചെല്ലുന്നു. നാം കാണുന്നതായ റസൂലുള്ളാഹി പടഞ്ഞ വിഷമം കൊടുന്നതായ ആ റൂമിലേക്ക്. അവിടെ തന്നെയാണ് അടക്കപ്പെട്ടത്. കടന്നു ചെന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബുഖാരിയിൽ മറ്റുള്ള ഭാഗമാണ് ജീവിച്ചാൽ മരിച്ചാൽ നിങ്ങൾ ശുദ്ധം തന്നെ എന്ന ആ പദം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ നെഞ്ചത്ത് കാല് വെച്ച് നോക്കി, മൂക്ക് മണത്ത് നോക്കി, അവർ മരിച്ചു എന്ന് ഉറപ്പാക്കി. എന്നിട്ട് ചുംബനം നൽകി തലയിലേക്ക്. എന്നിട്ട് അവരുടെ മുഖത്തെ മൂടി അവരുടെ മുഖത്തെ യമൻ വസ്ത്രം കൊണ്ട് അവരുടെ ശരീരത്തെ മൂടിയതിന്റെ ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് പുറത്തിറങ്ങുന്നു. ആദ്യമായിട്ട് റസൂലുള്ളാഹിക്ക് ശേഷം ഖലീഫയാവാൻ പോകുന്നതായ ആ വ്യക്തിത്വം. ഈ മതത്തിൽ അവരുടെ പ്രത്യേകത നമുക്കറിയാം, നാം പഠിച്ചിട്ടുണ്ട്. റസൂൽ പറയുന്ന ശൈലി എന്താണ്? നബിമാര് കഴിഞ്ഞാൽ അബൂബക്കറിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യന്റെ തലയുടെ മീതെ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും ഹിജ്റ ഒളിച്ചിട്ട് വന്നു, പരസ്യമായിട്ട് വന്നു മദീനയിലേക്ക്. അബൂബക്കർ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ വരാനാണ് തീരുമാനം. റസൂൽ തീരുമാനിച്ച് പറഞ്ഞു, വാർത്ത വഴി വന്നിട്ടുണ്ട്, ഹിജ്റ പോകാൻ. ചോദിച്ചു അബൂബക്കർ, സ്വഹബത്തൻ, എന്നോട് ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ? അപ്പോൾ റസൂൽ പറഞ്ഞു, അതേ, നിങ്ങൾ എൻ്റെ കൂടെയാണ്. മഹാനായ അബൂബക്കർ ചിരിക്കേണ്ട സ്ഥലത്ത് കരഞ്ഞു. മകൾ ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ചിരിക്കുന്ന സ്ഥലത്ത് ഒരു വ്യക്തിയെ കരയുന്നതായിട്ട് കണ്ടത്. അത് ചിരിക്കുന്ന സമയമല്ല, റസൂലിന്റെ കൂടെ ഹിജ്റ പോകാൻ ചാൻസ് കിട്ടിയ സന്തോഷമല്ലേ. സന്തോഷത്തിൽ ഞാൻ കരയുന്നതായിട്ട് കണ്ടത് ഞാൻ ആദ്യമാണെന്ന് ആയിഷ പറയുന്ന ആ സംഭവത്തെ കുറിച്ച്. അങ്ങനെ റസൂലിന്റെ കൂടെ പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് അങ്ങനെയുള്ള മഹാനേതൃത്വം ലോകത്തോട് ആദ്യമായി സംസാരിച്ച പദം എന്താണ്? മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് ആരാധ്യ വസ്തുവാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ
നേർച്ചയാക്കുവാൻ പറ്റുന്ന ക്രിസ്ത്യാനികൾ ഈസയെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ അലൈഹിസ്സലാം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതാ മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അവനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അല്ലാഹു ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു, അവൻ മരിക്കുന്നവനേ അല്ല. ലോകാത്ഭുതം ശക്തനായ ഉമറിനെ വളരെ വിനയത്തോട് കൂടി പെരുമാറുന്ന ഉമറാക്കി മാറ്റിയ ഖുർആൻ അബൂബക്കർ സിദ്ദീഖ് ഓതുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. ഖുർആനിലുള്ള ആയത്താണ്, പക്ഷെ ഉമർ മറന്നുപോയത് റസൂൽ മരിച്ച വാർത്ത കേട്ടപ്പോൾ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്, അവർക്ക് മുമ്പ് മരിച്ചു പോയ ദൂതന്മാരെല്ലാം മരിച്ചു പോയതുപോലെ മരിക്കേണ്ടവരാണെന്ന് പറയും പോലെ അവർ മരിച്ചാലും അവർ കൊല്ലപ്പെട്ടാലും നിങ്ങൾ പിന്തിരിച്ചു പോവുകയാണോ വേണ്ടത്? അല്ല, അവർ കൊണ്ടുവന്ന അവർ സ്ഥാപിച്ച മതത്തിന് വേണ്ടി, അത് നടപ്പാക്കാൻ വേണ്ടി, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരികയാണോ വേണ്ടത് എന്ന ചോദ്യം ഉൾക്കൊള്ളുന്നതായ ഖുർആനിന്റെ ആയത്തോടി അവർ പറയുന്നു, അറിയാതെ മൂപ്പരുടെ കയ്യിൽ നിന്ന് വാൾ വീണു, വാൾ നിലംപതിച്ചു, ആള് ഇരുന്നു. അവർ അവിടെ നിൽക്കും, ഒരു ഇഞ്ച് മുമ്പോട്ട് നീങ്ങൂല. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അള്ളാഹുവിന്റെ കലാം അവർ കേട്ടപ്പോൾ ആള് മാറി. മുമ്പ് മറന്നുപോയതാണ് മരിച്ചെന്നുള്ള വാർത്ത കേട്ടപ്പോൾ. ഇങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിഞ്ഞാറ് ഭാഗം തലയും കിഴക്ക് ഭാഗം കാലും തെക്ക് ഭാഗം മുഖമായിട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിൽ കിടന്നു എന്ന് കേൾക്കുമ്പോൾ നാം പഠിക്കണം. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിടന്നതല്ല. മരിച്ച വാർത്ത കേട്ടപ്പോൾ സഹാബാക്കളുടെ ഇടയിൽ ചർച്ചയുണ്ടായി. എവിടെ കിടത്തണം, എവിടെ കബറക്കണം, ചർച്ചയുണ്ടായി. ഇമാം മാലിക് റിപ്പോർട്ടർ, മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു. മാലിക് ഇമാമിന്റെ ഗ്രന്ഥത്തിലാണ്. ആരാണ് നേർക്കുനേർ റിപ്പോർട്ട് ചെയ്യുന്നത്? അബൂബക്കർ സിദ്ദീഖാണ്. സഹാബാക്കൾ പലരും പലതും പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് റസൂലിൽ നിന്നിട്ട്, എന്ത്, ഏത് നബി മരിച്ചാൽ എവിടെ മരിച്ച അവിടെയാണ് കബറടക്കുക. ഏത് നബി മരിച്ചാൽ എവിടെ മരിക്കുന്നു അവിടെയാണ് കബറടക്കേണ്ടത്. അതോടുകൂടി എന്തായാലും റസൂൽ പറഞ്ഞാൽ തീർന്നല്ലോ. അങ്ങനെ എന്ത് തീരുമാനിച്ചു? റസൂൽ മരിച്ച സ്ഥലത്ത് കട്ടിൽ മാറ്റിടാൻ, എന്നിട്ട് അവിടെ കുഴിക്കാൻ. അങ്ങനെ അവിടെ കുഴിക്കുന്നു, അവിടെ തന്നെ കബറടക്കുന്നു. കബറടക്കാൻ കുഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ചർച്ചയുണ്ടായി. എങ്ങനെ കുഴിക്കണം, എങ്ങനെ കുഴിക്കണം? കുഴി രണ്ട് സൈഡിലുണ്ട്. ഒന്ന് ലഹദുണ്ട്, മറ്റൊന്ന് ഷിക്കുണ്ട്. ഷിക്ക് എന്ന് പറഞ്ഞാൽ കേരളീയർക്ക് പരിചയമുള്ളതാണ്. ലഹദ് എന്ന് പറഞ്ഞാൽ മദീന കബറാണ്. കേരളീയർക്ക് പരിചയമുള്ള കബർ പറയേണ്ട ആവശ്യം. മദീന ലഹദ് അതാണ് ഒരു കുഴി കുഴിക്കുക, എന്നിട്ട് ഖിബലയുടെ ഭാഗത്തിലേക്ക് വേറൊരു ഉപകുഴി കുഴിക്കുക സൈഡിൽ മതിലിലേക്ക്. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് ഇഷ്ടിക കൊണ്ട് എന്ത് ചെയ്യുക, മദ് ചെയ്യുക. റസൂൽ ഇഷ്ടമുള്ളത് ഏതാണ് എന്നത് അറിയില്ല. അപ്പോൾ രണ്ടാളുണ്ട് മദീനയിൽ. ഒന്ന് നാം പറഞ്ഞ ഷിർക്ക് കേരളീയ കുഴി കുഴിക്കുന്ന ആളുമുണ്ട്, മറ്റേ കുഴി കുഴിക്കുന്ന ആളുമുണ്ട്. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, റസൂൽ ഇഷ്ടമുള്ള കുഴി കുഴിക്കുന്നത് ഏതാണ്, കുഴിക്കുന്ന ആരാണെന്ന് അള്ളാഹ് അറിയല്ലോ, അയാളാണ് ആദ്യം കൊണ്ടുവരട്ടെ. അങ്ങനെ കാത്തിരുന്നപ്പോൾ ആദ്യം കടന്നു വരുന്നത് ലഹദ് കുഴി കുഴിക്കുന്ന ആളാണ്, അഥവാ മദീനക്കാർ കുഴിക്കുന്ന സൈസിൽ കുഴിക്കുന്ന ആളാണ് ആദ്യം വന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കുഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുഴിച്ചു, ഖബറിൽ ലഹദായിട്ട് കുഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച രാവിലെ വഫാത്തായ റസൂലിനെ ബുധനാഴ്ച രാത്രിയിൽ, നാളെ ബുധനാഴ്ച ഇന്ന് രാവിലെ ചൊവ്വാഴ്ച കഴിഞ്ഞ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖബറടക്കപ്പെടുകയും ചെയ്തു. എന്തിനാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ആ ഘടന, അതിനെ കുറിച്ചാണ് പണ്ട് അവിടെ കിണറിന്റെ പരിസരത്തിൽ ഇരുന്ന് യുദ്ധത്തെ നോക്കിയിട്ട് സഈദ് ഇബ്നുൽ മുസയ്യിബ് മനസ്സിലാക്കിയതെന്ന് പറയാൻ വേണ്ടിയാണ്. നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ മരിക്കാൻ ഉറങ്ങുകയാണെന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? എത്ര പേര് ഉറങ്ങി ഉണർന്നില്ല കൂട്ടരെ? ആർക്കറിയാം എപ്പോഴും നമ്മൾ രോഗങ്ങളുടെ രോഗത്തെ സുഖപ്പെടുത്തട്ടെ. നമ്മുടെ മുമ്പിലുണ്ട് സഹോദരൻ പാപ്പ സീരിയസ് ആണെന്ന് പറഞ്ഞാണ്. അതുപോലെ എത്രയോ സുഹൃത്തുക്കൾ അവരവരുടെ കുടുംബ മെമ്പർമാർക്കും ശരീരത്തിനും ആവശ്യപ്പെട്ടവരെന്ന് പ്രാർത്ഥിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് രോഗങ്ങളുടെ രോഗത്തെ സുഖപ്പെടുത്തട്ടെ. മാരകമായ രോഗം പിടിച്ചവരാണെങ്കിലും സാധാരണ രോഗം പിടിച്ചവരാണെങ്കിലും എല്ലാവർക്കും പരിപൂർണ്ണ
ആരോഗ്യം അല്ലാഹു നൽകട്ടെ. എന്നിട്ട് ദീനിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് സേവനം ചെയ്യാൻ, പ്രവർത്തിക്കാൻ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി അവർക്ക് നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരിപ്പിക്കുന്നവരെ ഈമാൻ സലാമത്താക്കി ഹുസ്നുൽ ഖാത്തിമയോടുകൂടി അല്ലാഹു മരിപ്പിക്കട്ടെ.